ത്തിനെതിരായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് ഒരു മോഡലും ചലച്ചിത്ര താരവുമായ ഒരു യുവതി നടത്തുന്ന പേര് പറയാതെ നടത്തിയ പരാമർശത്തിലാണ് ആരംഭിക്കുന്നത്. അന്ന് പക്ഷേ ഇത്തരമൊരു ആരോപണം അവർ ഉയർത്തുന്നു. അന്ന് പക്ഷേ ആരാണ് ആ പരാതിക്കാരെന്ന് അവർ പറയുന്നില്ല. പിന്നീട് അന്തരീക്ഷത്തിൽ ഒരുപാട് കഥകൾ രാഹുൽ മാങ്കൂട്ടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഉയർന്നിരുന്നു. പല തരത്തിൽ പീഡനത്തിനിരയായ സ്ത്രീകൾ പലയിടങ്ങളിലുണ്ട്, അത് പല മേഖലകളിലുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ ആരോപണം ഉയരുമ്പോഴും ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ് അതിനെ പുച്ഛിച്ച് തള്ളുകയാണ്, പരിഹസിച്ച് തള്ളുകയാണ് രാഹുൽ ചെയ്തത്. മാത്രമല്ല അതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ ഒരു നടപടിയിലേക്ക് പോവേണ്ടതില്ല എന്ന തരത്തിൽ പാർട്ടിക്കുള്ളിൽ പോലും വലിയ എതിർപ്പുകളുമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ കഥ മാറുന്നത് അതിജീവിതയായ ഒരു യുവതി മുഖ്യമന്ത്രിക്ക് മുന്നിൽ നേരിട്ട് പരാതിയുമായി എത്തുന്നതോടുകൂടിയാണ്. അങ്ങനെ ഒരു യുവതി പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തുന്നു. മുഖ്യമന്ത്രി പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തു. DGP അത് തിരുവനന്തപുരം പോലീസിന് കൈമാറുന്നു. ആ പരാതി രജിസ്റ്റർ ചെയ്യുന്നു. അതിന് പിന്നാലെ തന്നെ ഞാൻ അതിൻ്റെ ഒരു തീയതി ഇതുണ്ട്. അതായത് വലിയമല പോലീസ് നവംബർ 28 തിരുവനന്തപുരം വലിയമല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിൽ വിവാഹ വാഗ്ദാനം, ബലാത്സംഗം, ഭീഷണി, ഗർഭചിത്രത്തിന് നിർബന്ധിക്കൽ, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കേസ് രജിസ്റ്റർ ചെയ്തപാടെ പക്ഷേ രാഹുൽ ഇവിടെ നിന്ന് മുങ്ങുകയാണ്. പിന്നീട് രാഹുൽ എവിടേക്ക് പോയെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരുപക്ഷേ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അവർക്ക് വേണ്ടി കർണാടകത്തിലടക്കമുള്ള തെരച്ചിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. പലയിടങ്ങളിൽ രാഹുലുണ്ട്, പലയിടങ്ങളിൽ രാഹുൽ മുങ്ങും എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നതല്ലാതെ രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നില്ല. അതോടെ തിരുവനന്തപുരം കോടതി ജാമ്യം നിഷേധിക്കുന്നു. പക്ഷേ അപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ കേസ് എത്തുമ്പോൾ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് പ്രധാനമായും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഈ ലൈംഗിക ബന്ധം നടന്നത് എന്നതായിരുന്നു പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. മാത്രമല്ല നിർബന്ധിത ഗർഭചിത്രത്തിന് തെളിവില്ലെന്നും രാഹുൽ വാദിച്ചു. മാത്രമല്ല ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം പരാതിക്കാരിയും രാഹുലും തമ്മിൽ നടത്തിയ കുറേ വാട്സപ്പ് ചാറ്റുകൾ അടക്കമുള്ള തെളിവുകളടക്കം കാണിച്ചുകൊണ്ടാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി ഈ കേസിൽ രാഹുലിന് ആദ്യ പരാതിയിൽ ഹൈക്കോടതി രാഹുലിൻ്റെ അറസ്റ്റ് തടയുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ മറ്റൊരു പരാതി കൂടി ലഭിക്കുന്നു. രണ്ടാമത്തെ പരാതി എന്ന് പറയുന്നത് KPCC പ്രസിഡന്റിനാണ് പരാതി ലഭിക്കുന്നത്. അത് KPCC പ്രസിഡന്റിന് ഇമെയിൽ വഴി ഒരു പരാതി ലഭിക്കുന്നു. ആ പരാതി KPCC പ്രസിഡന്റ് DGPക്ക്, സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുന്നു. ആ പരാതിയിലാണ് ഡിസംബർ 3 വീണ്ടും ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നു. അതിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കുന്നത്. ആ പരാതിയിലാണ് ക്രൈംബ്രാഞ്ചിനെ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത്. ആ പരാതിയുടെ ഭാഗമായിട്ടാണ്. ആ സംഘമാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണവും അവർക്ക് തന്നെയാണ്. എന്തായാലും അതിൽ ഈ ഗർഭചിത്രം ഒഴികെയുള്ള മറ്റ് വകുപ്പുകൾ ഈ രണ്ടാമത്തെ പരാതിയിലും ഉണ്ടായിരുന്നു, വകുപ്പുകൾ ചേർത്തിരുന്നു. അതിനുശേഷം തിരുവനന്തപുരം കോടതിയിൽ രണ്ടാമത്തെ കേസിനും രാഹുൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുന്നു. ജാമ്യാപേക്ഷ തള്ളുന്നു. പിന്നാലെ അന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കുകയും ചെയ്തു. രാഹുലിനെ പുറത്താക്കുന്നതോടുകൂടി അതിൻ്റെ ആ സമയം നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളികൊട്ട് ഉയരുന്നൊരു സമയമാണ്. അതിൻ്റെ പ്രചരണത്തിൻ്റെ അവസാന പീക്ക് ടൈമിലേക്ക് പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് രാഹുലിനെ പുറത്താക്കുക എന്നതായിരുന്നു കോൺഗ്രസിന് മുന്നിലുണ്ടായിരുന്ന വഴി. അതിൽ അതെ, സുനിൽ പറഞ്ഞ പോലെ തന്നെ ആ സമയത്തിൽ കെ മുരളീധരനൊക്കെ പറഞ്ഞ പോലെ ഒരു ബ്രഹ്മാസ്ത്രം അത് കോൺഗ്രസ് പാർട്ടി രാഹുലിനെതിരെ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നു.